ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? തെറ്റും ശരിയൊക്കെ എന്തൊരു റീസണ്ണ. യവൻ എന്നോടുള്ള കലിപ്പുടങ്ങിയത് യവൻ 5 വയസ്സുള്ളപ്പോഴാണ്. അത് പാട്ട്. പക്ഷേ 10 മാസം ഒരേ പള്ളയെ കിടന്ന ഈ ഉടപ്പറന്ന് നിനക്കെപ്പോഴേ ശത്രുവായത്? നന്നാക്കാൻ വന്നത് ഇങ്ങനൊരുത്തനാണെന്ന് അറിയുമ്പോ അണ്ണാന്നും പറഞ്ഞു ഓടി വരുമെന്ന് വിചാരിച്ചു. കണ്ടില്ലല്ലോ. എങ്ങനെ വരാനെ കൊണ്ട് ആണീഷ് മട്ടിലും മാണിയർ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനുള്ള പരകം പാച്ചിലല്ലേ. അതിന്റെ ഇടയിൽ എന്തരണ്ണ എന്തരപ്പ എന്തൊരു സ്വന്തം ചോരകള് ഇല്ലടി. എന്നെ നാട് കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ മക്കൾ രണ്ടും ജായന്റ് ആയില്ലേ. ഏട്ടൻ വാ. പറഞ്ഞ മനസ്സിലാവാത്ത ഇവരുടെയൊക്കെ മുമ്പിൽ എന്റെ ഏട്ടൻ ചെറുതാവണ്ട. വാ. നിനക്ക് പകരമായിട്ട് കാലിച്ചന്താന്ന് എടുത്ത് വളർത്തിയാണ് ഞാൻ യവനെ. യവൻ എനിക്ക് വേണ്ടി ചാവും. നീ എന്നെ കൊല്ലാൻ ആളെ വിടും. ഇത് രണ്ട് നടന്നാലും അതൊരു തോൽവി തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കപ്പ ആദ്യത്തിനും. അതുകൊണ്ട് പോവേണം. വരട്ടാ. എന്നാലും സഹോര കുന്നോളം ഉണ്ട് കേട്ടാ ഉള്ളില് സങ്കടങ്ങള്. നിനക്കും വേണ്ടിട്ട് മാറ്റിവെച്ചാണ് ഞാൻ ഇടത്തേണിന്റെ കാഴ്ചകൾ. ഇതിന് പകരമായിട്ട് 10,000 കണ്ണ് മാറ്റിവെക്കാനുള്ള സ്ഥിതിയുണ്ട് ഇപ്പ. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടു നടക്കണത് മരണം വരെ എനിക്ക് എന്റെ അനിയനെ ഓർമ്മിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് പിന്നെ എന്നെ കൊല്ലാനും വേണ്ടി കായലോട് തേപ്പിച്ചോണ്ടോടെ നീ പറഞ്ഞു കളഞ്ഞല്ലേ എന്റെ ഇടത്ത് ഭാഗത്ത് ഇരുട്ടാണെന്ന്. നന്നായിട്ടുണ്ട്. ഒരായുസ് മുഴുവൻ മേക്കണോ എന്റെ അടി കൊണ്ട് നടന്നാലും അവസാനം അറവ് കത്തി തന്നെ കഴുത്തില്. നമ്മളില്ലേ ഒന്നില് പഠിപ്പും വിവരമുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ മാണിക്കത്തോളം ചെറുതാണ്. അല്ലെങ്കിൽ പള്ളിക്കൂടം കാണാത്ത മാണിക്യം നിങ്ങളോളം വലുതാകണം. ഇത് രണ്ടും നടക്കാത്തടത്തോളം കാലം മാണിക്യത്തിന് ഇടപെടാൻ നല്ലത് വാത്തുകൾ തന്നെയാണ്. അതുകൊണ്ട് മാണിക്യം പോവേണം. വരി.